ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു FAQ സെഷൻ. ഇന്ന് നമ്മൾ കോമൻറ്റ് സെക്ഷനിൽ കുറച്ച് ഡൗട്ട്സ് നിങ്ങൾ അയച്ചിട്ടുണ്ടായിരുന്നത്, അത് ഒന്ന് ക്ലിയർ ചെയ്യാനും ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ നമ്മൾ ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസും ഇൻട്രസ്റ്റിംഗ് വീഡിയോസും അതുപോലെ തന്നെ ഫണ്ണി വീഡിയോസാണ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി നമ്മൾ ഒരു കോഴ്സ് ഉണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിന് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കളക്ട് ചെയ്യാവുന്നതാണ്. സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിപ്പിക്കുന്ന രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അത് ഓക്കെ ആണ്, അത് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളൊരു കോഴ്സാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നെയ്തർ ആൻഡ് ഏതർ തമ്മിലുള്ള ഡിഫറൻസ് or like just explain them. Let's just explain them. Okay. Either is for example either me or her. അവിടെ ഒന്നുകിൽ എന്നർത്ഥമാണ്, ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ. സോ അവിടെ അതെ, പക്ഷെ നെയ്തർ അത് നേരെ ഓപ്പോസിറ്റ് സെന്റൻസിൽ വരുമ്പോഴാണ്. neither me nor her, ഞാനുമല്ല അവളുമല്ല. സോ ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ അത് എന്നുള്ളതാണ് എയ്തർ ഓർ. അതുമല്ല ഇതുമല്ല എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ നെയ്തർ നോ വരുന്നത്. ഫോർ എക്സാമ്പിൾ, എയ്തർ ഷീ കെൻ കം പിക്ക് മീ അപ്പ് ഓർ ഹീൽ കം പിക്ക് മീ അപ്പ്. ഒന്നെങ്കിൽ അവൾക്ക് എന്നെ വന്ന് പിക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവൻ എന്നെ വന്ന് പിക്ക് ചെയ്തോളും. നെയ്തർ ഷീ ഓ ഹീ നോ ഹീ വിൽ കം പിക്ക് മീ അപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് അവനും വരില്ല എന്നെ പിക്ക് ചെയ്യാനായിട്ട്, ഇവളും വരില്ല എന്നെ പിക്ക് ചെയ്യാനായിട്ട് എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. ഈ വേർഡ്സ് യൂഷ്വലി ഒറ്റയ്ക്ക് നിൽക്കുന്ന വേർഡ്സ് അല്ല, അതുകൊണ്ട് തന്നെ നമുക്കൊരു അർത്ഥം മലയാളത്തിൽ നേരെ ഇക്വലന്റ് ആയിട്ടുള്ള വേർഡ് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഏത് സെനാറിയോയിലാണ് വരുന്നതെന്ന് പറഞ്ഞിട്ട് യൂസേജ് പറഞ്ഞത്. ഓക്കെ, സോ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ് ജസ്റ്റ് സോ എന്ന വേർഡിന്റെയും മൈൻ ആസ് വെൽ എന്ന ഫ്രേസസ് ഇതിന്റെ യൂസേജ് എന്താണ്? ജസ്റ്റ് സോ മൈൻ ആസ് വെല്ലിന് പ്രത്യേകിച്ച് മലയാള അർത്ഥമൊന്നുമില്ല. മലയാളത്തിൽ ഇന്ന സാധനം വരുമ്പോൾ നമുക്കത് യൂസ് ചെയ്യാം. ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് എ കോൺവെർസേഷൻ ഫില്ലർ. യെസ്, ജസ്റ്റ് സോ യു നോ, നീ അറിഞ്ഞിരിക്കേണ്ടത് കൊണ്ട്, നീ അറിഞ്ഞിരിക്കാൻ വേണ്ടി എന്നുള്ള അർത്ഥത്തിൽ, നീ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണെന്നുള്ള അർത്ഥത്തിൽ ജസ്റ്റ് സോ യു നോ, ഐ എം ജസ്റ്റ് ടെല്ലിംഗ് ദിസ് ടു യു, ഐ എം ടെല്ലിംഗ് ദിസ് സോ യു നോ അബൌട്ട് ഇറ്റ് എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ to give that dramatic effect, just so you know. So just so അങ്ങനെ യൂസ് ചെയ്യാം. അല്ലാതെ നമുക്ക് she is just so irritating, ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്, ഒന്നും പറയാല്ല. അവിടെ നമുക്ക് വേണമെങ്കിൽ just she is so irritating യൂസ് ചെയ്താൽ മതി. ബട്ട് ഒരു ഡ്രമാറ്റിക് എംഫസിസ് കൊടുക്കാൻ വേണ്ടിയിട്ട്, എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സോ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. സോ യൂസ് ചെയ്താലും മതി. സോ ഇറ്റ് ഡസന്റ് ഹാവ് എനി പെർട്ടിക്കുലർ മീനിങ് ഓർ എനിത്തിങ്. അതിന് അടുത്തത് മൈൻ ആസ് വെൽ അല്ലെ. മൈൻ ആസ് വെൽ എന്ന് പറഞ്ഞാൽ എൻ്റേതും എന്നുള്ള അർത്ഥത്തിൽ. ഇപ്പം അക്സ പറയാണ് മൈ ഫേവറേറ്റ് ഫുഡ് ഇസ് ബിരിയാണി എന്ന് പറയുകയാണെങ്കിൽ, ഇഫ് ഐ സേ ലൈക്ക് മൈൻ ആസ് വെൽ എന്ന് വെച്ചാൽ അതിനർത്ഥം എൻ്റേതും എൻ്റെ ഫേവറേറ്റ് ഫുഡും ബിരിയാണി ആണ് എന്നുള്ള അർത്ഥത്തിൽ. ഇപ്പം എൻ്റേതും എന്നുള്ള അർത്ഥത്തിലാണ് മൈൻ ആസ് വെൽ യൂസ് ചെയ്യുന്നത്. ആ ഒരു കാര്യത്തിനെ മൈൻ ആസ് വെൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, വേറൊരു കാര്യത്തിനും പറ്റത്തില്ല. കാരണം ദിസ് ഫ്രേസ് ആസ് എ ഹോൾ ഹാസ് എ ഡെഫിനിറ്റ് മീനിങ്. മൈൻ ആസ് വെൽ, എൻ്റേതും. ഹാവിൻറ്റ് ആൻഡ് ഡിഡിൻറ്റിൻ്റെ വ്യത്യാസം. സി ഹാവിൻറ്റ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ there should be a specific period of time mentioned, like month, a week, a day, ഒരു പീരീഡ് ഓഫ് ടൈം. ഫസ്റ്റ് ഓഫ് ഓൾ പീരീഡ് ഓഫ് ടൈം, പോയിന്റ് ഓഫ് ടൈമിന്റെ വ്യത്യാസം അറിയണം. പീരീഡ് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് ഡ്യൂറേഷൻ ഉണ്ടാവും. പോയിന്റ് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ കൃത്യസമയമായിരിക്കും. ഇപ്പൊ ഹാവ് നമ്മൾ യൂസ് ചെയ്യുന്ന പീരീഡ് ഓഫ് ടൈമാണ്. നമ്മൾ പെർഫെക്റ്റ് ടെൻസിൽ യൂസ് ചെയ്യുന്നത് പീരീഡ് ഓഫ് ടൈമിനാണ്. അപ്പം ബിഫോർ, ആഫ്റ്റർ അങ്ങനത്തെ സാഹചര്യങ്ങൾ, എവർ, ബിഫോർ, ആഫ്റ്റർ അങ്ങനത്തെ സാഹചര്യത്തിൽ മന്ത്, ലൈക്ക് ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു ഫോർ എ മന്ത്, അങ്ങനത്തെ ഒക്കെ പറഞ്ഞില്ല. അങ്ങനത്തെ രീതിയിൽ ഹാവ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പീരീഡ് ഓഫ് ടൈമിന്റെ കൂടെയാണ്. ഹാവ് ബീൻ അല്ല ഹാവ്. പക്ഷേ അതേസമയം ഡിഡിൻ നമ്മൾ യൂസ് ചെയ്യുന്നത് പോയിന്റ് ഓഫ് ടൈം ആണ്. ഫോർ എക്സാമ്പിൾ 9 AM, 12 o'clock, 10 o'clock. For example, ഇപ്പം എഴുതി വെച്ചിരിക്കുന്ന എക്സാം എന്താ? I didn't go to school at 6 AM. I didn't go to school at 6 AM. I didn't go to school today എന്ന് പറഞ്ഞാലും I didn't go to school 6 AM. But even so, നിങ്ങൾ I didn't go to school today എന്ന് പറഞ്ഞാലും it's correct ആണല്ല എന്നല്ല.
വ്യത്യാസം സ്പെസിഫിക് ആയിട്ട് ചോദിക്കുന്നതുകൊണ്ട് മെൻഷൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം എന്താ ഐ ഡിഡ്ന്റ് ഗോ ടു സ്കൂൾ അറ്റ് എന്താ 6 PM ടുഡേ എന്ന് പറയുമ്പോൾ അത് തെറ്റാണോ? അല്ല, അത് തെറ്റല്ല, ഇറ്റ്സ് കറക്റ്റ് ഓൺലി. ബട്ട് ഇഫ് യു ആർ ലുക്കിംഗ് ഡീപ്പ് ഇൻ ടു ദ റൂൾസ് അത് അങ്ങനെ നമ്മൾ യൂസ് ചെയ്യാറില്ല. പക്ഷെ അത് കറക്റ്റാണ്, സ്പോക്കൺ ഇംഗ്ലീഷിൽ അത് അലൗഡ് ആണ്. ആൻഡ് ദെൻ ഹാവൻറ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഐ ഡിഡ്ന്റ് ഗോ ടു സ്കൂൾ ഐ ഹാവൻറ്റ് ഗോൺ ടു സ്കൂൾ ടുഡേ എന്നേ പറയുള്ളൂ. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്, അത്രേ ഉള്ളൂ. ആൻഡ് ദെൻ എന്നഗെയിൻ അത് ഫോളോ ചെയ്തില്ല എന്ന് കരുതി പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ, അത്രേ ഉള്ളൂ. പിന്നെന്താ അൺടിൽ ആൻഡ് അൺലെസ് എവിടെയാണ് ഉപയോഗിക്കുന്നത്? എനിക്ക് തോന്നുന്നു അൺടിൽ ആൻഡ് അൺലെസ് അക്സയാണ് വീഡിയോ എടുത്ത് ഞാനാണെന്ന് തോന്നുന്നു അല്ലേ, ഓർക്കുന്നില്ല, ആണെന്ന് തോന്നുന്നു. എനിവേ അൺടിൽ ആൻഡ് അൺലെസ് എന്ന് പറയുമ്പോഴത്തേക്ക് എക്സെപ്ഷണൽ പറയുമ്പോഴാണ് നമ്മൾ അൺടിൽ ആൻഡ് അൺലെസ് പറയുന്നത്. അല്ല അൺടിൽ ആൻഡ് അൺലെസ് അല്ല, അൺലെസ് അൺലെസ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം അൺലെസ് ഐ ഗെറ്റ് എ ഹൈക്ക് ഐ വിൽ ക്വിറ്റ് മൈ ജോബ് എന്ന് വെച്ചാൽ ഹൈക്ക് കിട്ടിയാൽ ഞാൻ ക്വിറ്റ് ചെയ്യില്ല, കിട്ടിയില്ലെങ്കിൽ ഞാൻ ക്വിറ്റ് ചെയ്യും. കണ്ടീഷനാണ്, ഒരു കണ്ടീഷൻ വെക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത്. ഒരു എക്സെപ്ഷണൽ വയ്ക്കുമ്പോൾ ഞാൻ എന്താ ഐ വോണ്ട്, ഇപ്പം നമ്മൾ പറയത്തില്ലേ ഐ വോണ്ട് ഹാവ് ഫുഡ് അൺലെസ് യു ലെറ്റ് മീ പ്ലേ. എന്നെ കളിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ ഞാൻ ഫുഡ് കഴിക്കില്ല എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ആ ഒരു ഇത് വരുന്നത്. അപ്പോൾ അതാണ് അൺലെസ് ആൻഡ് അൺടിലിന്റെ യൂസേജ്. അൺലെസിന്റെ യൂസേജ് വരുന്നത്. അൺടിലോ? അൺടിൽ വുഡ് ബി ലൈക്ക് I mean അതുവരെ ഓക്കെ, as in until I until 10 o'clock അങ്ങനെ പറയാം. അതല്ല സെന്റൻസസിലും ഈവൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഐ തിങ്ക് until and unless ഈവൻ ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യാറുണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ until I am allowed to play I wouldn't have my food എന്നും നമുക്ക് പറയാം. ഫുഡ് ഐ മീൻ കളിക്കാൻ വിടുന്ന വരെ ഞാൻ ഫുഡ് കഴിക്കില്ല സിറ്റുവേഷൻ. അതെ. അപ്പം പക്ഷെ ബേസിക്കലി പറയുവാണെങ്കിൽ ഇങ്ങനത്തെ ഈ കണ്ടീഷൻ വൈസ് ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ട് അൺലെസിനും അൺടിലിനും. പക്ഷെ ഈവൻ ദെൻ ദേ ക്യാൻ ബി ഇന്റർചേഞ്ചബിളി യൂസ്ഡ് ആസ് വെൽ. അൺടിലിന് വേറൊരു ഇതുള്ള എന്താണെന്ന് വെച്ചാൽ അൺടിലിന്റെ കൂടെ നമുക്ക് സമയം യൂസ് ചെയ്യാൻ പറ്റില്ല. അൺടിൽ 7 o'clock അൺലെസ് 7 o'clock എന്ന് പറയാൻ പറ്റില്ല. ഇല്ലില്ല, ടൈം നമ്മൾ അൺടിലിന്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. അൺടിൽ I can't be there until 7 o'clock. I can't be there until noon, or I won't be coming home until evening, until it becomes dark. Yes, with time especially you should use until അല്ലെങ്കിൽ with situations unless and or until is fine. രണ്ട് യൂസ് ചെയ്യാൻ പറ്റും. Yes. ഇനി അടുത്ത എന്താ? ഞാൻ അറിഞ്ഞാൽ എന്താ കുഴപ്പം? ഞാൻ അറിഞ്ഞാൽ എന്താ കുഴപ്പം? What's wrong? Yeah, if I know about it. What's the problem അല്ലെങ്കിൽ what's wrong if I know about it? അതാണ് ഞാൻ അറിഞ്ഞാൽ എന്താ കുഴപ്പം എന്ന് വളരെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം. പിന്നെ ഇതൊന്ന് മാറ്റി വെക്കുമോ? ഓക്കെ, can you please keep it aside? ഇതൊന്ന് മാറ്റി വെക്കുമോ എന്ന് ചോദിച്ചതുകൊണ്ട് can you please keep it aside? അതെ, can you keep it aside? do you mind keeping it aside? Yeah, would you mind keeping it aside? ഇത് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിന് എന്ത് പറയും? നമ്മൾ ഇന്നലെ ലൈവിൽ പറയാൻ അറിയാം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിന് നമ്മൾ കണ്ടിന്യൂസ് ആക്ഷൻ എന്ന് പറയും അല്ലേ? കണ്ടിന്യൂസ് ആക്ഷൻ. ഒരു കാര്യം ഇപ്പം നടന്നുകൊണ്ടേയിരിക്കുകയാണ്, അപ്പോൾ നമ്മൾ അതിന് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയും, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആക്ഷൻ എന്ന് പറയും. സ്പീക്കിംഗ് ഫ്രം എ ഗ്രാമർ പോയിന്റ് ഓഫ് വ്യൂ, it's continuous, present continuous action, present continuous tense, but അല്ലെങ്കിൽ otherwise it's continuous action അല്ലേ? അതെ. For example, we are teaching, we are speaking, we are looking at you, we are watching you. Yes. Can use ഇതൊരു സെന്റൻസ്, ഒരു സെന്റൻസ് ആക്കണ്ട, കുറച്ച് സെന്റൻസസ് പറയാം. You can say I can help you. Okay, when you say I can help you, it's a statement. Okay, it's I can help you, എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയും. It's also an ability. കഴിയും, എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയും. Okay, I can swim. Okay, I can swim എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? എൻ്റെ സ്വിം ചെയ്യാനുള്ള കഴിവിനെയാണ് ഞാൻ പറയുന്നത്. Okay, so I can swim. Another one is can you move? Okay, so ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി യു കെൻ നിങ്ങൾക്കൊന്ന് മാറാൻ കഴിയുമോ? റിക്വസ്റ്റ് ചോദിക്കാനും പെർമിഷന് വേണ്ടിയിട്ടൊക്കെ ക്യാൻ യൂസ് ചെയ്യാൻ പറ്റും. Can I go? പെർമിഷൻ ആണെങ്കിൽ can I go. സോ ബേസിക്കലി നമ്മൾ ക്യാൻ എന്ന് പറയുന്ന വേർബ് യൂസ് ചെയ്യുന്നത് പെർമിഷൻ, സ്റ്റേറ്റ്മെന്റ്, എബിലിറ്റി. സിമ്പിൾ ആണ് ക്യാൻ എന്ന് പറയുന്നത്.
അല്ല ആക്ച്വലി യു ആർ ഡൂയിങ് എ വീഡിയോ സീരീസ്. Yeah, I'm doing on model verbs where we'll deal with can, could, would, will, etc. Okay, so you'll get to see that. അന്നേരം നമുക്ക് സ്പെസിഫിക് ആയിട്ട് പോവാം. ഇനി അടുത്ത yet. അത് ഇന്നലെ ലൈവിന്റെ സമയത്ത് വന്നല്ലേ. എന്നിട്ടും ഇതുവരെ, അതാണ് യെറ്റിന്റെ അർത്ഥം. എന്നിട്ടും മീൻസ് രണ്ട് സിനേറിയോ ആണ്. ഐ നോ ഇപ്പൊ പറയും എന്നിട്ടും ഇതുവരെ രണ്ട് അർത്ഥമല്ലേ, അങ്ങനെ വെള്ളം വെക്കല്ലേ, ഞാൻ പറയാം. യെറ്റ് എന്ന് പറയുന്നത് എന്നിട്ടും നമുക്ക് യൂസ് ചെയ്യാം. ഉദാഹരണത്തിന് I loved her yet she cheated on me. So ഇവിടെ യെറ്റ് യൂസ് ചെയ്യുന്നത് ഞാൻ അവളെ പ്രണയിച്ചു എങ്കിൽ പോലും അവൾ എന്നെ ചീറ്റ് ചെയ്തു എന്നാണ് അർത്ഥം വരുന്നത്. സോ ദുഷ്ടയായ അവൾ അവൾ എന്നെ ചീറ്റ് ചെയ്തു. അപ്പം യെറ്റ് അവിടെ എന്നിട്ട് എന്നാണ് അർത്ഥം. വേറെ എന്താ he hasn't called me yet, അവൻ എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല. സോ yet again. Okay, yes, so that is the difference. അല്ല that is the difference അല്ല, that is the meaning. രണ്ട് രീതിയിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും yet. ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തു. ഐ ടുക്ക്, ഇവിടെ ഇപ്പം ആക്ച്വലി ഐ ടേക്ക് ബാക്ക് വാട്ട് ഐ സെഡ് എന്നും ഐ ടുക്ക് ബാക്ക് വാട്ട് ഐ സെഡ് എന്നും പറയാം. ഞാൻ പറഞ്ഞത് തിരിച്ചെടുക്കുന്നു എന്നാണെങ്കിൽ ഐ ടേക്ക് ബാക്ക്. അങ്ങനെ നമ്മൾ പറയില്ലല്ലോ. ഞാൻ പറയുന്നത് തിരിച്ചെടുക്കുന്നു, എടുത്തോണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ പറയില്ലല്ലോ. ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തു, അങ്ങനെയല്ലേ നമ്മൾ പറയാം. പറഞ്ഞത് ഞാൻ തിരിച്ചെടുത്തു. So you can say I take back what I said or I took back what I said. I took back പിന്നെയും കുറെ സമയം കഴിഞ്ഞിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുമ്പോഴേക്കും I took back, ഞാൻ പറഞ്ഞത് തെറ്റായി പോയോ, what I said എന്ന് വന്നല്ലോ, അപ്പോൾ ഓൾറെഡി പാസ്റ്റ് ആണല്ലോ. സോ took എന്ന് വിചാരിക്കാം, പക്ഷേ it doesn't make a difference. It doesn't make a lot of difference. No, you can say both actually. Yeah, because when I say I took back something I said, it means that I took it back a long time ago. എന്ന് വെച്ചാൽ ഇത് നേരത്തെ ഞാൻ തിരിച്ചെടുത്തു ഞാൻ പറഞ്ഞത്, എന്നിട്ട് ഞാൻ വേറെ ആളുടെ അടുത്ത് ആ കോൺവെർസേഷൻ വരുമ്പോൾ പറയാം അല്ല അതെന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് പറ്റിയതാണ്, പക്ഷേ I took back what I said, ഞാൻ അന്ന് പറഞ്ഞത് ഞാൻ തിരിച്ചെടുത്തായിരുന്നു. അല്ല ദെൻ ഞാനിപ്പം അക്ഷയുടെ അടുത്ത് എന്തോ പറഞ്ഞ് ഞങ്ങൾ വഴക്കായത് പ്രശ്നമാവുന്നെന്ന് കാണുമ്പോൾ ഞാൻ പറയാം നിർത്ത് I take back what I said, ഞാൻ തന്നെ തിരിച്ചെടുത്തു. അങ്ങനെ രണ്ട് സിനാരിയിൽ യൂസ് ചെയ്യാൻ പറ്റും. അത് വലിയ ഒത്തിരി ഓവർലി പൊളിറ്റിക്കലി കറക്റ്റ് ആവണ്ട. അപാര തൊലിക്കട്ടി എന്നെ ഉദ്ദേശിച്ച് മാത്രം തിക് സ്കിൻഡ് അപാര തൊലിക്കട്ടി. ഇത്ര പെട്ടെന്ന് 10 ചെറിയ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമ്മൾ ഇപ്പം മാക്സിമം റീസെന്റ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒത്തിരി പഴയ വീഡിയോയിലുള്ളത് നിങ്ങൾ ഇട്ട് കോമന്റ്സ് എടുത്തിട്ടില്ല എന്നുണ്ട്, നിങ്ങൾക്ക് അത് അറിയണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ന്യൂ ആയിട്ടുള്ള വീഡിയോയിൽ അതൊന്നും കൂടി റീപോസ്റ്റ് ചെയ്യണം പ്ലീസ്. എന്നാലും നമുക്കത് നമ്മൾ ഇനി ഒത്തിരി പഴയത് എടുക്കാൻ പോകുന്നില്ല, പുതിയ ഒത്തിരി വന്ന് കിടക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാത്തിനും എല്ലാ കോമന്റിന്റെ താഴെ നമ്മൾ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അവരവരുടെ ആൻസേഴ്സ് അവരവർക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയല്ല, വീഡിയോയിൽ ഇത് ഡിസ്കസ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ദയവേത് നിങ്ങൾ റീപോസ്റ്റ് ചെയ്യാം. ഒരാളുണ്ട് അടുത്ത സെക്ഷനിൽ ഞാൻ പറയാം. ഒരാളാണെങ്കിൽ എല്ലാ റീസെന്റ് വീഡിയോയിലും ഒരേ ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബി ലൈക്ക് ദാറ്റ് പേഴ്സൺ. പേര് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, പറയാം പിന്നെ. ഓക്കെ, ശരി എന്നാ. ഓക്കെ, സോ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഇൻഫോർമേറ്റീവ് എഫക്റ്റീവ് സെഷനിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ ആൻഡ് അബ്രഹാം സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. ബൈ, ടേക്ക് കെയർ. English Mitra. Stop worrying, start learning.